നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 മെയ് 10, 11, 12 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മെയ് 10 ഉച്ചയ്ക്ക് 1:42 PM മുതൽ മെയ് 13 വെളുപ്പിന് 2:27 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ എല്ലാ ദിവസവും പറയുന്ന കാര്യം പറയാം. ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ഞങ്ങൾ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നില്ല. പിന്നെ ഇത് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും 1-2% നമുക്ക് ഫലപ്രാപ്തി കുറയും ഈ പറയുന്ന ഫലങ്ങൾക്ക്. അപ്പോൾ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യം മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് അത്ര ഗുണകരമായ ദിവസങ്ങളല്ല ഈ ദിവസങ്ങൾ. തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. എങ്കിലും വ്യാഴവും ചന്ദ്രനും ശുക്രനും അനുകൂലമായതിനാൽ പൊതുവെ അല്പം ദോഷാധിക്യമുള്ളത് മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ എന്ത് തടസ്സങ്ങളും ദൗർഭാഗ്യങ്ങളുമൊക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് മറികടക്കാൻ പറ്റും. ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. 5 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. അത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് അത് മറികടക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇടവം രാശി. ഇടവം രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവം രാശിക്ക് തൊഴിൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും അവ മറികടക്കാൻ ഇവർക്ക് സാധിക്കും. കാരണം 6 ഗ്രഹങ്ങൾ ചന്ദ്രനുൾപ്പെടെ അനുകൂലമാണ്. എങ്കിലും മെയ് 14 നിങ്ങൾക്കറിയാം, വ്യാഴവും കൂടി ഇവർക്ക് അനുകൂലമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ഇപ്പോൾ തന്നെ നമുക്ക് അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേരുമ്പോൾ തൊഴിൽ പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്നത് 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്താണ്, നഷ്ടസ്ഥാനത്താണ് സൂര്യനും ബുധനും നിൽക്കുന്നത്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും ഇവർക്ക് അത് മറികടക്കാൻ പറ്റും. ചൊവ്വ, സർപ്പം, ശനി, ശുക്രൻ, ചന്ദ്രൻ, കേതു ഇവയെല്ലാം അനുകൂലമാണ്. കൂടാതെ വ്യാഴം മെയ് 14 അനുകൂലമായിട്ട് വരുന്നതിൻ്റെ ഒരു തുടക്കം ഇപ്പോഴേ കണ്ടു തുടങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും എല്ലാ രംഗങ്ങളിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ തന്നെ അതൊക്കെ മറികടക്കാൻ ഇവർക്ക് സാധിക്കും. പിന്നെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു വിജയസാധ്യത പൊതുവെ ഉണ്ടാവും. പിന്നെ ധനവരവ് വിവിധ സ്രോതസ്സുകളിൽ നിന്നുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് കാണുന്നു. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും. കാര്യം ശനിയും ചൊവ്വയും അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് ഇടവൻ രാശിക്ക്. ഇനി മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർതം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. അത് ഈ മേടമാസം മുഴുവൻ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ സൂര്യനും ബുധനും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വയ്ക്കുന്നു. അതാണ് ഇവരുടെ ഹൈലൈറ്റ്. ബാക്കി ഗ്രഹങ്ങൾ 7 എണ്ണം ഡയറക്റ്റായിട്ട് നമുക്ക് ശനി കണ്ട ശനിയാണ്. എങ്കിലും തൊഴിൽ രംഗം
തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത ശനിയുടെ ഈ 10ാം ഭാവത്തിലുള്ള കർമ്മസ്ഥാനത്ത് 10ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അത് തന്നെ ശുക്രൻ്റെ ഉച്ചരാശിയിലുമാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ അല്പം തൊഴിൽ ഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇവിടെ സൂര്യനും ബുധനും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്കാണ്. അപ്പോൾ തൊഴിൽപരമായിട്ട് ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന മാസമാണ് ഈ മേടമാസം. ഓക്കെ. പിന്നെ വ്യാഴം പ്രതികൂലമാണ് എങ്കിലും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു. എങ്കിലും തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകൾ നീങ്ങിത്തുടങ്ങും എന്നാണ് ഞങ്ങൾ ഫലം പറയുന്നത്. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചന്ദ്രൻ അനുകൂലമല്ലെങ്കിലും ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം ഉണ്ടാവാം. അതുപോലെ തന്നെ കർമ്മരംഗത്ത് പൊതുവെ ഊർജം ഇവർക്ക് കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാര്യം സൂര്യനും ബുധനും 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് രവി ബുധ യോഗത്തോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ അതുകൂടാതെ വ്യാഴം നിങ്ങൾക്കറിയാം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തുണ്ട്. എങ്കിലും മെയ് 14 വ്യാഴം മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മെയ് 14 മുമ്പ് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. പിന്നെ ചൊവ്വ ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്, ജന്മത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാമെങ്കിലും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ഒക്കെ അനുകൂല ഭാവം കൊണ്ട് അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. നിയമപ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഓടിക്കണം. അതുപോലെ തന്നെ അഗ്നിഭയം ഉണ്ടാവാം. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അത് തകരാറിലാവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. എങ്കിലും അതൊക്കെ തന്നെ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അനുകൂല ഭാവം കൊണ്ട് ഇവർക്ക് അതൊക്കെ മറികടക്കാൻ പറ്റും. പൊതുവെ ഗുണാധിക്യമാണ് കർക്കിടകം രാശിക്ക് ഞങ്ങൾ പറയുന്നത്. ഇനി ചിങ്ങം രാശി. മകം പൂര ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്ക് അല്പം ആശ്വാസം കിട്ടുന്ന ദിവസങ്ങളാണ്. പ്രധാനമായിട്ടും മെയ് 14 വ്യാഴം അനുകൂലമായിട്ട് മാറുന്നതിൻ്റെ അതായത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തിലേക്ക് അത്യധികം നേട്ടം കൊണ്ടുവരുന്ന ഒരു മാറ്റമാണ് മെയ് 14 വ്യാഴം ഇവരുടെ 11ാം ഭാവത്തിൽ മിഥുനം രാശിയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നേട്ടം ഇപ്പോഴേ കണ്ടു തുടങ്ങും. എങ്കിലും ശനിയും സർപ്പവും അഷ്ടമത്തിലാണ്. ശനി ഏകദേശം 2.5 വർഷം ഈ അഷ്ടമത്തിൽ തുടരും. മാനസിക സമ്മർദ്ദങ്ങൾ, ശാരീരിക അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാവാം. പിന്നെ മെയ് 18 സർപ്പം നമുക്കത് ജന്മത്തിൽ നിന്ന് മാറിക്കിട്ടും. എങ്കിലും 12ാം ഭാവത്തിലേക്കാണ് മാറ്റം. ഇത് ഇപ്പോൾ 7ാം ഭാവത്തിലേക്കാണ് സർപ്പം മാറുന്നത്. അത് കുറേ ബെറ്ററാണ്. ഈ അഷ്ടമ രാഹു എന്നുള്ളത് മാറിക്കിട്ടും. പിന്നെ തീർച്ചയായിട്ടും പൊതുവെ ഇവർക്ക് ചന്ദ്രൻ ഇവിടെ അനുകൂലമാണ്, ശുക്രനും അനുകൂലമാണ്. തീർച്ചയായിട്ടും ഇവർക്ക് അത്ര വലിയ ഗുണകരമായ ദിവസങ്ങളല്ലെങ്കിലും അത്യാവശ്യം ഈ വ്യാഴത്തിൻ്റെ ഒരു അനുകൂലമായ മാറ്റത്തിൻ്റെ പ്രതിഫലനങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങും. അപ്പോൾ ചിങ്ങം രാശിക്ക് പൊതുവെ 14ാം തീയതി തൊട്ട്, പ്രായോഗികമായിട്ട് 15ാം തീയതി മുതൽ, മെയ് 15ാം തീയതി മുതൽ പൊതുവെ നല്ല കാലം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അത്ര വലിയ ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല. ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് തൊഴിൽ പ്രശ്നങ്ങളുണ്ടാകാം. കാരണം അഷ്ടമത്തിലാണ്
സൂര്യനും ബുധനും നിൽക്കുന്നത്. ബുധൻ പക്ഷേ അനുകൂലമാണ്. എങ്കിലും സൂര്യൻ അഷ്ടമത്തിൽ വരുന്നത് തൊഴിൽപരമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എങ്കിലും വ്യാഴം ഇവർക്ക് ഭാഗ്യസ്ഥാനത്തുണ്ട്. എങ്കിലും അത് ഈ മെയ് 14 മാറും. എങ്കിലും ചൊവ്വ ജൂൺ 6 വരെ അനുകൂലമായിട്ട് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്കാണ്. അപ്പോൾ ഈ തൊഴിൽ പ്രശ്നവും നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് ഇവർക്ക് മറികടക്കാനുള്ള സാധ്യത കാണുന്നു. ചൊവ്വ, വ്യാഴം, ബുധൻ ഇവ അനുകൂലമാണ്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ കന്യരാശിക്ക് പറയുന്നത്. പൊതുവെ ഇവരുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാനുള്ള സാധ്യതകൾ ഈ ചൊവ്വയും വ്യാഴവും കൂടി സൃഷ്ടിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ കന്യരാശിയുടെ ഫലം പറയുന്നു. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് സൂര്യൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ അത് ദാമ്പത്യ ബന്ധങ്ങളിൽ ചെറിയ വിള്ളലുകൾ സൃഷ്ടിച്ചേക്കാം. അതുപോലെ ജീവിത പങ്കാളിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. എങ്കിലും ഇവർക്ക് പൊതുവെ ശനി, സർപ്പം, ചൊവ്വ, കേതു ഇവ അനുകൂലമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇവർക്ക് നിസ്സാരമായിട്ട് മറികടക്കാൻ പറ്റും. എങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഈ ഗുണാധിക്യം എന്നുള്ളത് അത്യധികം ഗുണാധിക്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ വ്യാഴം മെയ് 14 അനുകൂലമായിട്ട് വരികയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഭാഗ്യസ്ഥാനത്ത് വളരെയധികം ദൈവാധീനത്തോടെ ഉള്ള ഒരു കാലഘട്ടം, ഒരു വർഷം തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങും. ഇവിടെ ശനിയും സർപ്പവും ഒക്കെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ശനി, സർപ്പം, ശുക്രൻ ഈ 3 ഗ്രഹങ്ങൾ 6ാം ഭാവത്തിൽ വരുന്നു. ശുക്രൻ അത്ര അനുകൂലമല്ല. എന്നാൽ തന്നെയും ശനിയും സർപ്പവും ശുക്രനും കൂടെ ഒരുമിച്ച് ഇവർക്ക് പല യോഗങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അനുകൂലമായിട്ടുള്ളത്. അപ്പോൾ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പിന്നെ പൊതുവെ ഇവർക്ക് ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ നിയമപ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവുമെങ്കിലും തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇത് ഇവർക്ക് മറികടക്കാൻ എല്ലാ സാധ്യതയും തെളിഞ്ഞു വരികയാണ്. മെയ് 14 തൊട്ട്, പ്രായോഗികമായിട്ട് മെയ് 15-ാം തീയതി തൊട്ട് ഇവരുടെ നല്ലൊരു കാലഘട്ടം തുടങ്ങുകയാണ്. അവർക്ക് വിവേകപൂർവം, യുക്തിപൂർവം, കൗശലപൂർവം ഈ കാലഘട്ടം അവർക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഏത് ദുര്യോഗവും നമുക്ക് മറികടന്ന് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്ക് ഈ 14 വരെ, മെയ് 14 വരെ നല്ല കാലം തന്നെയാണ്. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. ഈ വൃശ്ചികം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ചന്ദ്രൻ ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ട്, വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങളും തുടങ്ങി വെക്കരുത് ഈ ദിവസങ്ങളിൽ. അതായത് 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്താണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗൃഹവുമായിട്ട്, വീടുമായിട്ട് ബന്ധപ്പെട്ട ലോൺ എടുക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ഒരു വീട് വാങ്ങിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. അതുപോലെ തന്നെ ഇവർക്ക് വീട് അറ്റകുറ്റപ്പണികൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ദിവസങ്ങളല്ല ഇത്, അതേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ഇവർക്ക് വളരെയധികം അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. എങ്കിലും മെയ് 14 മുമ്പായിട്ട് ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഏകദേശം 5 ദിവസങ്ങളും കൂടെയേ ഉള്ളൂ ഇവർക്ക് വ്യാഴം അനുകൂലമായിട്ട് വരുന്നത്. അതിനുശേഷം അഷ്ടമത്തിലാണ് ഇവർക്ക് വ്യാഴം വരിക. അപ്പോൾ അത് ഭൗതികമായിട്ടുള്ള സുഖങ്ങളുടെ
ഒരു കിട്ടാത്ത അവസ്ഥ ഉണ്ടാവാം. അതുകൊണ്ട് കഴിവതും മെയ് 14 മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇനി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല. ഇവിടെ വ്യാഴം 7ാം ഭാവത്തിലേക്ക് വരാൻ പോവുകയാണ് മെയ് 14. അത് അത്യധികം അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും. അതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങും. മെയ് 15 തൊട്ട് ഇവർക്ക് നല്ല കാലത്തിൻ്റെ വലിയൊരു കാലഘട്ടം തുടങ്ങുകയാണ്. എങ്കിലും ശനി ഇവിടെ കണ്ടകശനിയായിട്ട് നിൽക്കുന്നു. അത് 2.5 വർഷം തുടരും. പിന്നെ മെയ് 18 ഇവർക്ക് സർപ്പം അഥവാ രാഹു 3ാം ഭാവത്തിൽ അനുകൂലമായിട്ട് വരും ധനുരാശിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും വ്യാഴവും രാഹുവും ഏകദേശം 1 വർഷത്തിലധികം കാലം ഇവർക്ക് അനുകൂലമായിട്ട് ഒരു വലിയ കാലഘട്ടം തുറന്ന് കൊടുക്കുകയാണ്. എങ്കിലും ശനി ദോഷം ഉണ്ട്, കണ്ടകശനിയാണ്. അത് 2.5 വർഷമുണ്ട്. അപ്പോൾ അത് മറികടക്കാൻ ശനിയാഴ്ച വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തുക. ശനിയാഴ്ച മന്ത്രജപങ്ങളും ക്ഷേത്രദർശനവും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നി മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും ശനിദോഷം മറികടക്കാൻ പറ്റും. ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഏത് ദുര്യോഗവും നമുക്ക് മറികടക്കാൻ പറ്റും. ധനുരാശിക്ക് ഈ ദിവസങ്ങൾ അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല. എങ്കിലും 15-ാം തീയതി മുതൽ മെയ് 15-ാം തീയതി മുതൽ പ്രായോഗികമായിട്ട് ഇവർക്ക് നല്ല കാലം തുടങ്ങുന്നു. അതുകൂടാതെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് രാഹു മെയ് 18-ാം തീയതി ഇവർക്ക് അത്യധികം അനുകൂലമായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ നല്ല കാലം തുടങ്ങാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങും. ധനുരാശിക്കാർക്ക് ഈ ദിവസങ്ങൾ പക്ഷേ അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല. ഇനി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിപെട്ട് സൗഭാഗ്യങ്ങളുള്ള ദിവസങ്ങളാണ്. പൊതുവേ ഇവർക്ക് ഈ പ്രതികൂലമായിട്ടുള്ള ദിവസങ്ങളൊന്നും പ്രതികൂലമായ ഗ്രഹങ്ങളൊന്നും തന്നെ കാണുന്നില്ല. 7 ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ശനി, വ്യാഴം, സർപ്പം, കേതു, ശുക്രൻ, ബുധൻ, ചന്ദ്രൻ എല്ലാം അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ, ഊഹക്കച്ചവടങ്ങളിൽ ഇവർക്ക് നേട്ടമുണ്ടാവും. പ്രധാനമായിട്ടും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ ഒക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. എങ്കിലും വ്യാഴം മെയ് 14 പ്രതികൂലമായിട്ട് മാറും. അതുപോലെ തന്നെ സർപ്പവും അനുകൂലമല്ലാതാവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മെയ് 14 മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തീർക്കുക. ഭാഗ്യത്തിന് ഇപ്പോൾ ഈ ഏകദേശം 2.25 ദിവസം അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിട്ട് നടക്കും. അപ്പോൾ അത് ഒക്കെ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അതിൻ്റെ അടിസ്ഥാനപരമായ വിവാഹമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇനി കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല കാണുന്നത്. എങ്കിലും പ്രതികൂലമായിട്ട് ശനിയും കേതുവും മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എങ്കിലും 3 ഗ്രഹങ്ങൾ മാത്രമാണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ളത്. എങ്കിലും ഒരുപാടെങ്കിലും ഉണ്ട്. സൂര്യനും ചൊവ്വയും ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. 3ാം ഭാവത്തിൽ സൂര്യനുണ്ട്, 6ാം ഭാവത്തിൽ ചൊവ്വയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് പ്രശ്നങ്ങളൊക്കെ
ഉണ്ടാവുമെങ്കിലും അതൊക്കെ മറികടക്കാൻ ഇവർക്ക് സാധിക്കും. ചന്ദ്രൻ ഭാഗ്യസ്ഥാനത്താണ്. ഡയറക്റ്റായിട്ട് അനുകൂലമല്ലെങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. പൊതുവെ ഇവർക്ക് ഈ ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും 12-ാം തീയതി കഴിഞ്ഞ് 13-ാം തീയതി തൊട്ട് ഇവർക്ക് ചന്ദ്രൻ അനുകൂലമായിട്ട് വരും. അപ്പോൾ നേട്ടങ്ങളാണ്. പിന്നെ ഇവർക്ക് വ്യാഴം 5-ാം ഭാവത്തിൽ വരും മെയ് 14-ന്. അപ്പോൾ നേട്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരും. പൊതുവെ ഈ ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും 13-14 ദിവസങ്ങൾ മെയ് 13-14 ദിവസങ്ങളൊക്കെ ബെറ്റർ ആയിരിക്കും. കുംഭൻ രാശിക്ക് ഈ ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മീനം രാശി. പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല. ചന്ദ്രൻ ഇവർക്ക് പ്രതികൂലമാണ്, അഷ്ടമത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ട്, വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും തുടങ്ങി വെക്കരുത്. നേരത്തെ തുടങ്ങിയതൊക്കെ കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ പുതുതായിട്ടുള്ള നീക്കങ്ങളൊന്നും തന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ട്, ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ട് കഴിവതും തുടങ്ങി വെക്കാതിരിക്കുക. പിന്നെ ശനിയും സർപ്പവും ജന്മത്തിൽ നിൽക്കുകയാണ്. അത് പക്ഷേ മെയ് 18-ന് നമുക്ക് സർപ്പം ജന്മത്തിൽ നിന്ന് മാറിക്കിട്ടും. എങ്കിലും അത് 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയെക്കാട്ടിലും ബെറ്ററാണ്. എങ്കിലും ശനി പക്ഷേ ജന്മശനിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദോഷം ഇവിടെ ഉണ്ട്. എങ്കിലും ശുക്രനും ബുധനും അനുകൂലമാണ്. എങ്കിലും അത്ര നല്ല ദിവസങ്ങളല്ല മീനം രാശിക്ക്. ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. തീർച്ചയായിട്ടും ദോഷാധിക്യമൊക്കെ മാറിക്കിട്ടും. അവർക്ക് പ്രാർത്ഥനയിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം. 10-5-2025 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 5, 2, 0, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 11-5-2025 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 1, 5, 2, 9 ഇവയെല്ലാം വലിയ ഭാഗ്യങ്ങളുള്ള നമ്പറുകളാണ്. ഇനി 12-5-2025 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 3, 2, 5, 1 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 10-11 തീയതികളിൽ രാവിലെ 4:32 AM മുതൽ 5:20 AM വരെയാണ് 10-11 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. 12-ാം തീയതി 4:31 AM മുതൽ 5:19 AM വരെയാണ് 12-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇനി അഭിജിത്ത് മുഹൂർത്തം 10, 11, 12 തീയതികളിൽ ഉച്ചയ്ക്ക് 11:58 AM മുതൽ ഉച്ചയ്ക്ക് 12:48 PM വരെയാണ് 10, 11, 12 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇനി രാഹുകാലം 10-ാം തീയതി രാവിലെ 9:16 AM മുതൽ രാവിലെ 10:49 AM വരെയാണ് 10-ാം തീയതി രാഹുകാലം. 11-ാം തീയതി വൈകിട്ട് 5:04 PM മുതൽ വൈകിട്ട് 6:37 PM വരെ 11-ാം തീയതി രാഹുകാലമാണ്. 12-ാം തീയതി രാവിലെ 7:42 AM മുതൽ രാവിലെ 9:15 AM വരെയാണ് 12-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ. 10-ാം തീയതി ശനിയാഴ്ച കറുപ്പ്, നീല. 11-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്. 12-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ. അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും
സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.